ഇഫ ചിക്കൻ അങ്ങ് ദുബായിൽ നിന്നും ഇവിടെ വന്ന് സ്റ്റാർട്ടായ ഒരു കിഡ്ലോസ്കി സാധനം. ഈ കാണുന്ന പോലെ തന്നെ കഴിക്കാനും അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ദേ ഒരു ബ്രസ്റ്റ് പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ വാങ്ങിച്ചതാണേ. അതിനെ ഞാൻ പിന്നെയും കട്ട് ചെയ്തു, അതായത് 2 പാർട്ടാക്കി. അതിൽ പിന്നെ ഞാൻ റിഗ്രറ്റ് ചെയ്തു കേട്ടോ, കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ 2 പേരേ ഉള്ളല്ലോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലേ എന്ന് വിചാരിച്ചാണ് ഇങ്ങനെ കട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ചിക്കനെ ഇങ്ങനെ കുത്തി ചെറിയ ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ഹോൾ ഉണ്ടാക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് വേണ്ടുന്ന മസാല തയ്യാറാക്കാനായിട്ട് നോക്കാം. അതിനായിട്ട് നമുക്കിഷ്ടമുള്ള സ്പൈസസ് എല്ലാം ആഡ് ചെയ്തോളൂ. ഞാൻ കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല ഞാൻ ഒരു എവറസ്റ്റിൻ്റെ ഗരം മസാലയാണ് എടുത്തേക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള മസാലയാണ്. പിന്നെ ഗാർലിക് പൗഡർ, കുറച്ച് കുരുമുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആവശ്യത്തിന്, പിന്നെ കുറച്ച് തൈരും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് പിന്നെ ഞാൻ കുറച്ച് കെച്ചപ്പ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് നമുക്ക് ഈ ഒരു മസാല ചിക്കനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. നമുക്കിതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ മസാല തയ്യാറാക്കാം. ഞാനിപ്പം എളുപ്പത്തിന് ഇങ്ങനെ ആണ് തയ്യാറാക്കിയത്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ചിക്കനിൽ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ മസാല തേച്ചിട്ട് കുറച്ചധികം സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ കുറച്ച് നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ കിട്ടും. ഞാൻ ഒരു 6 മണിക്കൂറോളം വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ഈ ഒരു ബ്രസ്റ്റ് പീസ് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് വെക്കാം. ഞാൻ ബാക്കിയൊന്ന് മസാലയും കൂടെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് കുക്കായി വരുന്ന സമയത്തിന് നമുക്കിതിലേക്ക് മേളിലൊഴിക്കാനുള്ള ഒരു വൈറ്റ് സോസ് തയ്യാറാക്കണം. ആ ഒരു വൈറ്റ് സോസിലാണ് ഈ ഒരു ഇഫ ചിക്കൻ്റെ ഒരു ഗുഡൻസ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് വൈറ്റ് സോസ് തയ്യാറാക്കാനായിട്ട് ഞാനൊരു മുട്ട പിഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഫുൾ എഗ്ഗാണ് ഞാൻ എടുത്തത്. എന്നിട്ട് ഒരു വെളുത്തുള്ളി, കുറച്ച് വിനെഗർ, കുറച്ച് പാല്, പിന്നെ കുറച്ച് ഫ്രഷ് ക്രീം. ഈ ഒരു ഫ്രഷ് ക്രീം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഈ ഒരു വൈറ്റ് സോസ് ഉണ്ടാക്കുന്നതിന് ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം വെച്ചിട്ടുണ്ടാക്കിയാലേ അതിൻ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഫ്രഷ് ക്രീം ഒരു 3 സ്പൂണ് ഫ്രഷ് ക്രീം എടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ചീസിൻ്റെ സ്ലൈസ്, പിന്നെ ആവശ്യത്തിന് ഉപ്പും പഞ്ചസാരയും ഇട്ട് ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് കറക്കി എടുത്താൽ നമ്മുടെ വൈറ്റ് സോസ് ഇവിടെ റെഡിയാണ്. അതിനുശേഷം അപ്പോഴത്തേനും നമ്മുടെ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിക്കനും കൂടെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ തിരിച്ചിട്ട് ആ വീഡിയോ മിസ്സായിപ്പോയി, എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ ഒരു പരുവമായിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ഒരു വൈറ്റ് സോസ് അല്ലെങ്കിൽ മയണൈസ് ഇതിൻ്റെ മേളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എന്നിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് അതൊന്ന് സെറ്റ് ആവാനായിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിരുന്നാൽ മതി. അപ്പോൾ നമ്മുടെ അടിപൊളി നല്ല ക്രീമി ആൻഡ് ജ്യൂസി ആൻഡ് ഫ്ലേവർഫുൾ ആയിട്ടുള്ള